Hello everyone. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ലൊരു ഗോവൻ ഡിഷാണ് ചിക്കൻ ഷാക്കുത്തി. നല്ല സ്പൈസി ആയിട്ടുള്ള ഈ ഡിഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ചിക്കൻ ഷാക്കുത്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് ഒരു 900 ഗ്രാംസ് ചിക്കനാണ്. അപ്പം അതിലേക്ക് മാരിനേഷന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇടാം. ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇപ്പം വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ ഇടുകയാണ്. ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ. കൂടാതെ ഒരു പകുതി നാരങ്ങയുടെ നീര്. ഇതെല്ലാം കൂടെ നന്നായിട്ട് റബ്ബിൻ ചെയ്ത് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ചിക്കനിൽ ഈ മാരിനേറ്റ് എല്ലാം പുരട്ടി നന്നായിട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക. മിനിമം ഒരു അരമണിക്കൂർ വെക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. അടുത്തായിട്ട് നമുക്ക് ഷക്കുത്തി മസാല ഉണ്ടാക്കാം. കുറച്ച് കോക്കനട്ട് ഓയിൽ. എണ്ണയിലേക്ക് നമുക്കൊരു മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്ത്, ഇത് റഫായിട്ട് സ്ലൈസ് ചെയ്തേക്കുന്നതാണ്. നമ്മളിത് അരച്ചെടുക്കാനായിട്ടുള്ളതാണ്. ഷക്കുത്തി മസാല ഉണ്ടാക്കുമ്പോൾ സാധാരണ സവോള സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മൂപ്പിച്ച് വെക്കും, തേങ്ങ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ, പക്ഷേ എല്ലാം കൂടെ ഒരുമിച്ചാണ് ഒരു ഈസിയർ വേർഷനിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് ഒരു ബ്രൗൺ ടിൻറ്റ് കാണുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർക്കാം. തീ കുറച്ച് വെച്ചേക്കുന്നത്. ഇനിയും ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർക്കാനായിട്ടുണ്ട്. മുളക്, കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി ഞാനിവിടെ 12 എണ്ണം എടുത്തേക്കുന്നത്. എരിവ് വേണ്ടെങ്കിൽ എപ്പോഴും കുറച്ചെണ്ണത്തിൻ്റെ, ഒരു പകുതി എണ്ണത്തിൻ്റെ വേണമെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സീഡ്സ് അങ്ങ് റിമൂവ് ചെയ്യാം. നല്ല നിറം കിട്ടും, എരിവ് കാണത്തില്ല. ഒരു 12 എണ്ണം എടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിനൊപ്പം ബാക്കിയുള്ള സ്പൈസസ് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബേ ലീഫ് ഷെയർ ചെയ്തിട്ടേക്കുന്നതാണ്. 1 ടീസ്പൂൺ പോപ്പി സീഡ്സ്, കസകസ്, ഒരു വളരെ ചെറിയൊരു കഷ്ണം നട്ട്മെഗ്, ഇത്രയും ചെറിയ പീസ് മതി. മല്ലി 1.5 ടേബിൾ സ്പൂൺ, ചെറിയൊരു കഷ്ണം സിനമൺ, 2 ഏലക്ക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ ഫ്ലെയിമിലാണ്, എന്നാലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 2 ഗ്രാമ്പു, ജീരകം 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക്, ജാതിപത്രി ഒരു വളരെ ചെറിയൊരു കഷ്ണം, ചെറിയ പീസ് മതി. അതേപോലെ സ്റ്റാർ അനീസിൻ്റെ 1 ബ്ലേഡ്, 1 or 2 ബ്ലേഡ് ഇടാം. ഞാൻ 1 ബ്ലേഡ് ഇടുക, അത്രയും മതി. ഇനി എല്ലാം കൂടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ കളറാവണം, അതുവരെ വറുത്തെടുക്കുക. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ ഓഫ് ചെയ്യാം. കൂടുതൽ ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറിയുടെ ടേസ്റ്റ് വ്യത്യാസം വരും. ഞാൻ ഈ ഒരു സ്റ്റേജിലാണ് എടുക്കുക. ഇത് കൂളാവണം. കൂളായ ശേഷം നമ്മളിത് അരച്ചെടുക്കും. ഈ കൂളായ മിക്സ് നമുക്ക് അരച്ചെടുക്കാം.
നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് അരയ്ക്കാൻ പറ്റത്തില്ല, രണ്ടായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് അരയ്ക്കാനായിട്ട് ആവശ്യമുള്ള വെള്ളം കൂടെ ചേർക്കാം. അരച്ച മസാല നമുക്കിതിനകത്തേക്ക് ഇടാം. ഇതേപോലെ ഈ ബാക്കിയുള്ള മസാല അരച്ചെടുക്കുക, സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. നമ്മുടെ മസാല പേസ്റ്റ് റെഡിയാണ്. ഇത് കുക്ക് ചെയ്യാനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. 3 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സവാള, മീഡിയമോ വലുതോ യൂസ് ചെയ്യാം. ഒരു 5 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇവിടെ ഞാൻ ചെറിയൊരു നാരങ്ങയുടെ പകുതി വലുപ്പത്തിലുള്ള ഒരു പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. നമുക്ക് ലാസ്റ്റ് ആവശ്യമുള്ളൂ, അപ്പം ആദ്യം തന്നെ ചെയ്ത് വെക്കുക. സവാള ഒന്ന് സോഫ്റ്റായി. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ, ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചിയും കൂടെ ഇതിനകത്തേക്ക് ഇടാം. ടൊമാറ്റോ ഇട്ട് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് അതിനകത്തേക്ക് ചിക്കൻ ഇടാം. നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇഞ്ചി, വെളുത്തുള്ളി, നാരങ്ങാനീര്, ടേമറിക് ഒക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഫ്ലെയിം ഹൈയിലിടുക. എന്നിട്ട് നന്നായിട്ട് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക. അഞ്ച് മിനിറ്റോളം ചിക്കൻ ഇട്ടിട്ട് ഞാൻ കുക്ക് ചെയ്തു ഹൈ ഫ്ലെയിമിൽ. ഇനി ഈ മസാല ചേർക്കാം. അരപ്പെല്ലാം ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുകയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇപ്പോൾ 1/2 ടീസ്പൂണോളം ഉപ്പ് എക്സ്ട്രാ ചേർത്തു. ഇനി നന്നായിട്ട് വെള്ളം ഒഴിക്കുക. നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. വീണ്ടും ഒന്ന് തിളയ്ക്കുമ്പോൾ തീ കുറച്ച് അടച്ചു വെച്ച് നന്നായിട്ട് ചിക്കൻ കുക്കാവുന്ന വരെ 20 മിനിറ്റ്സ് ഒക്കെ കുക്ക് ചെയ്തെടുക്കാം. 20-25 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. നോക്കിയാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് കാണാം സൈഡിലൊക്കെ. ഇതിലേക്ക് പുളി ഒഴിക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കൂടെ ചേർക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. പിന്നെ അടുത്ത തേങ്ങാപ്പാൽ ഓപ്ഷനിലാണ്. തേങ്ങാപ്പാൽ ഒരു 1/3 കപ്പ് ചേർക്കാം. തേങ്ങാപ്പാൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ ഓഫ് ചെയ്യാം. സെർവിങ് ബോളിലേക്ക് മാറ്റാം.
ഇന്ന് നല്ലൊരു ഗോവൻ ഡിഷാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്, ചിക്കൻ ഷാക്കുത്തി. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര എരിവല്ല, എന്നാൽ ചെറിയൊരു എരിവ് ഉണ്ടാവും. നല്ല സ്പൈസസിൻ്റെ ഫ്ലേവറും എല്ലാം കൊണ്ട് നല്ലൊരു ഡിഷാണ്. ചപ്പാത്തി, പൊറോട്ട, പ്ലെയിൻ വൈറ്റ് റൈസിനോടൊക്കെ എക്സലൻറ്റ് കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.